അപ്പോൾ കോഹ്ലിയെ കുറിച്ചിട്ടും രോഹിത്തിനെ കുറിച്ചിട്ടും ആരും ഭാരപ്പെടേണ്ട. കാരണം കോഹ്ലി ആദ്യ ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, 135 റൺസ്. രോഹിത്തും 56 റൺസ് എടുത്തിട്ടുണ്ട്. ആർക്കൊക്കെയോ എന്തൊക്കെയോ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇനി ഇവരുടെ ഭാവി എന്താവും, ഇവരുടെ ഭൂതം എന്താവും, ഇവരിനി ടീമിൽ വേണോ വെക്കണോ, ഈ പരമ്പരയിൽ ഇവരുടെ മോശം അവസ്ഥയാണെങ്കിൽ ഇവരെ പിടിച്ച് പുറത്തിടാനൊക്കെ ആരൊക്കെയോ ഒരുങ്ങുന്നുണ്ടോ എന്നൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംശയമൊക്കെ എല്ലാവരും മാറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം എന്തായാലും ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. 2027 വരെ ഞങ്ങൾ തൽക്കാലം ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് തൽക്കാലം ആരും ഭാരപ്പെടേണ്ടെന്നാണ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് രോഹിത്തും കോഹ്ലിയും കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് കോഹ്ലി, കാരണം ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ആദ്യത്തെ 2 കളിയും 0 സംപൂജനായി പുറത്തായി കോഹ്ലി. അവസാന ഏകദിനത്തിൽ 76 റൺസ് എടുത്തൊരു മിന്നലാട്ടം നടത്തിയിരുന്നു. എന്നാൽ ഈ പരമ്പര കോഹ്ലിക്ക്, രോഹിത്തിന് വലിയ കുഴപ്പമില്ല, കോഹ്ലിക്കൊരു ചോദ്യചിഹ്നമായിരുന്നു. എന്നാൽ ആ ചോദ്യചിഹ്നമൊക്കെ തന്നെ കിങ് ഓൾവേസ് എ കിങ്, വൺസ് എ കിങ് ഓൾവേസ് എ കിങ് എന്നുള്ള ലെവലിൽ കോഹ്ലിയെ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ അതൊന്നും ആർക്കും ഒരു ബാറില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ സെഞ്ചുറി അടിച്ചിട്ട് ആരെങ്കിലും കാണാത്ത വെച്ച് പോയി കണ്ടു. സെഞ്ചുറി അടിച്ചിട്ട് സ്ട്രൈക്കുന്ന നോൺ സ്ട്രൈക്കിൽ 4 ആയിരുന്നു. എനിവേ സ്ട്രൈക്കുന്ന നോൺ സ്ട്രൈക്കിലേക്ക് ഓടി വന്നിട്ടൊരു ചാട്ടമുണ്ട്. ചാടിയിട്ട് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു അലറലുണ്ട്, പക്ക ഒരു സിംഹം അലർന്ന പോലെ ഗർജനം. അതും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പലർക്കും ഉള്ളത്. അപ്പോൾ അത് കാണാത്ത പോയി കണ്ടു, ഭയങ്കര രസമാണ്. എനിവേ കളി കാണാൻ വന്നവർക്കും ഹൈലൈറ്റ്സ് കണ്ടവർക്കും കളി ടി വിയിൽ കണ്ടവർക്കും എന്തായാലും ഒരു വിരുന്നായിരുന്നു. മനസ്സ് നിറഞ്ഞിട്ടുണ്ട്, വയറ് നിറഞ്ഞിട്ടുണ്ട് ആരാധകർക്ക്, ഇഷ്ടപ്പെടുന്നവർക്ക്. കൂടാതെ പലർക്കും വയറും മനസ്സും നിറച്ച് കൊടുത്തിട്ടുണ്ട് കോഹ്ലിയും രോഹിത്തും.